ഹായ് ഗൈസ്, വെൽക്കം ടു നഴ്സ് ആൻഡ് സ്റ്റഡി ടിപ്സ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നേ പറയുന്നത് 50 OBJയുടെ ഡിഫറൻസ് ബിറ്റ്വീൻ ആണ്. വിത്ത് എക്സ്പ്ലനേഷൻ ഇവിടെ ഉണ്ട്. ആദ്യത്തേത് ഏർലി ഡീസലറേഷൻ, ലേറ്റ് ഡീസലറേഷൻ ആണ്. പിന്നെ ട്യൂബൽ പ്രഗ്നൻസി, എക്ടോപിക് പ്രഗ്നൻസി. അത് കഴിഞ്ഞിട്ട് വരുന്നത് ഇൻഫെർട്ടിലിറ്റി, സറോഗസി ആണ്. പിന്നെ പ്രീ ടേം ഇൻഫൻ്റ് ഉണ്ട്, ടേം ഇൻഫൻ്റ്. പ്രീ ടേം ഇൻഫൻ്റ് ആൻഡ് ടേം ഇൻഫൻ്റ് ആണ് അടുത്തതായിട്ട് വരുന്നത്. പിന്നെ വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്, വാട്ട് ഈസ് അപ്ഗാർ സ്കോർ ആൻഡ് ബിഷപ്പ് സ്കോർ. പിന്നെ അസ്ഫിക്സിയ ലിവിഡ ആൻഡ് അക്സ്ഫിക്സിയ പെലൈഡ. പിന്നെ ക്യാപുട്ട് സെക്സിഡീനവും സെഫാൽ ഹെമറ്റോമിയും, അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ ആണ്. പിന്നെ റീറ്റെയിൻഡ് പ്ലാസൻ്റ എന്താണ്, അഡ്ഹറൻറ്റ് പ്ലാസൻ്റ എന്താണ്. പിന്നെ യൂട്രൈൻ സൊഫൽ ആൻഡ് ഫ്യൂണിക് സൊഫൽ അല്ലെങ്കിൽ ഫീറ്റൽ സൊഫൽ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ അടുത്തത് എവിസറേഷനും ക്ലീഡോട്ടമിയും ആണ്. പിന്നെ അനീമിയ ഇൻ പ്രഗ്നൻസി ആൻഡ് ഫിസിയോളജിക്കൽ അനീമിയ ഇൻ പ്രഗ്നൻസി ആണ് അടുത്തായിട്ട് വരുന്നത്. പിന്നെ ഒഷ്യാൻഡോ സൈൻ ആൻഡ് ഹെഗ സൈൻ, എല്ലാ സൈൻസും OBയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ പ്രൊലോങ്ഡ് ലേബറും ഒബ്സ്ട്രക്റ്റഡ് ലേബറും ആണ് അടുത്ത ഡിഫറൻസ് ബിറ്റ്വീൻ ആയിട്ട് വരുന്നത്. പോളിഹൈഡ്രാമിനോസ്, അതിനെ പറയുന്ന വേറൊരു പേരാണ് ഹൈഡ്രാമിനോസ് അല്ലെങ്കിൽ ഒളിഗോ ഹൈഡ്രാമിനോസ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ്, സെഫാലിക് വേർഷൻ, പൊഡാലിക് വേർഷൻ. ഗൈനക്കോയിഡ് പെൽവിസ് ആൻഡ് ആൻഡ്രോയിഡ് പെൽവിസ്, എല്ലാ ടൈപ്പിലുള്ള പെൽവിസും പഠിക്കേണ്ടതാണ്. ബാൻഡിൽസ് റിങ്, ഹവർ ഗ്ലാസ് കൺട്രാക്ഷൻ. കോഡ് പ്രസൻറ്റേഷൻ എന്താണ്, കോഡ് പ്രൊലാപ്സ് എന്താണ്, ഡിഫറൻസ് ബിറ്റ്വീൻ ആണ് അടുത്തത്. പിന്നെ പോളിഹൈഡ്രാമിനോസ്, ഒളിഗോ ഹൈഡ്രാമിനോസ്, ഒപ്താൽമിയ നിയോനേട്രോം, അസ്ഫിക്സിയ നിയോനേട്രോം. പിന്നെ പ്രീ ടേം ഇൻഫൻ്റ് ആൻഡ് ലോ ബർത്ത് വെയ്റ്റ് ഇൻഫൻ്റ്, ഹൈൻ വാട്ടർ, ഫോർ വാട്ടർ, CTGയും GCTയും, ARM PROയും, ഗൂഡൽ സൈൻ ഉണ്ട്, ഹെഗാസൈൻ ഉണ്ട്. ഡിഫറൻസ് ബിറ്റ്വീൻ. പിന്നെ മെനാഷെ, മെനോപോസ്, എംബ്രിയോ ഫീറ്റസ്, വെസിക്കോ വജൈനൽ ഫിസ്റ്റുല ആൻഡ് യുറേത്ര വജൈനൽ ഫിസ്റ്റുല. പിന്നെ മോർട്ടാലിറ്റി റേറ്റ് ഉണ്ട്, നിയർ മിസ് മോർട്ടാലിറ്റി ഉണ്ട്. ഫ്യൂണിക് സഫലും യൂട്രൈൻ സഫലും നേരത്തെ പറഞ്ഞതാണ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പിന്നെ മെനറേജിയ ആൻഡ് മെട്രോറേജിയ, ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ ഗൈനക്കി എന്നുള്ളതാണ്. പിന്നെ കോറിയോൺ ആൻഡ് അമ്നിയോൺ. പിന്നെ മോണോസൈഗോട്ടിക് ട്വിൻസ് എന്താണ്, ഡൈസൈഗോട്ടിക് ട്വിൻസ് എന്താണ്, ഇത് പിന്നെ വാസ പ്രിവിയ, പ്ലാസൻ്റ പ്രിവിയ, വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നുകിൽ essay അല്ലെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ. പിന്നെ ലൈറ്റനിങ്, ക്യുക്കനിങ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ത്രെറ്റൻഡ് അബോർഷൻ എന്താണ്, ഇൻകംപ്ലീറ്റ് അബോർഷൻ എന്താണ്, അബോർഷൻ്റെ ഫുൾ ടൈപ്സും നമ്മൾ പഠിച്ചിരിക്കണം. പിന്നെ ഇൻഡോമെട്രിയോസിസും അഡിനോമയോസിസും, ഇത് ഗൈനക്കിലെ ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ ആണ്. പിന്നെ ഫോസപ്സ് ഡെലിവറി എന്താണ്, വാക്യൂം ഡെലിവറി എന്താണ്, അതെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം, പഠിച്ചിരിക്കണം. നേരത്തെ പറഞ്ഞതാണ് കോഡ് പ്രൊലാപ്സ്, കോഡ് പ്രസൻറ്റേഷൻ. പിന്നെ പോസ്റ്റ് പാർട്ടം ബ്ലൂസ്, പോസ്റ്റ് പാർട്ടം സൈക്കോസിസ്, അങ്ങനെ കുറേ പോസ്റ്റ് പാർട്ടം ആ ചാപ്റ്റർ കുറേ ഉണ്ട്, അതെല്ലാം നമ്മൾ നോക്കിയിരിക്കണം. പിന്നെ അടുത്തതും അബോർഷൻ്റെ ടൈപ്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. പിന്നെ മോൾഡിങ് എന്താണ്, സിഗ്നോൺ എന്താണ്, ഇത് നമ്മൾ കേട്ടിട്ടില്ലാത്തതാണ്, അപ്പോൾ അത് നോക്കിയിരിക്കണം. പിന്നെ പോസ്റ്റ് പാർട്ടം ബ്ലൂസ്, പോസ്റ്റ് പാർട്ടം സൈക്കോസിസ് നേരത്തെ പറഞ്ഞത് തന്നെയാണ്. പിന്നെ ഹിസ്റ്ററക്ടമിയും ഹിസ്റ്ററോട്ടമിയും തമ്മിലുള്ള ഡിഫറൻസ് ഗൈനക്കിലെയാണ്. സർഫിക്റ്റനും ആൽഫ ഫീറ്റോ പ്രോട്ടോനും, മറ്റേ ബയോഫിസിക്കൽ മെഷേഴ്സ് അതിനകത്തൊക്കെ വരുന്നതാണ്. പിന്നെ അമിനോറിയ, ഡിസ്മെനോറിയ ഇമ്പോർട്ടൻ്റ് ആണ്, ഗൈനക്കിലെ ടോപ്പിക്കാണ്. പിന്നെ അസ്ഫിക്സിയ ലിവിഡ ആൻഡ് അസ്ഫിക്സിയ പെലൈഡ, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അമിനോറിയ, ഡിസ്മെനോറിയ അഗെയിൻ വന്നിരിക്കുകയാണ്. ഉറപ്പായിട്ട് ഈ ഡിഫറൻസ് ബിറ്റ്വീൻ എല്ലാം നിങ്ങളൊന്ന് ഓടിച്ച് പോകണം, അത് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാമിന് നമുക്ക് 4 മാർക്ക് സ്കോർ ചെയ്യാൻ ഈസി ആയിട്ട് പറ്റും. അപ്പോൾ നമ്മൾ അറിയാത്ത വാക്കുകളൊക്കെ എന്താണെന്ന് കണ്ടുപിടിച്ച് അതിനെക്കുറിച്ചൊരു ബോധമുണ്ടായിട്ട് വേണം നമ്മൾ ഉറപ്പായിട്ട് എക്സാമിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉറപ്പായിട്ടും ഈ ഡിഫറൻസ് ബിറ്റ്വീൻ പഠിക്കുന്നതിലൂടെ മാർക്ക് ഏൺ ചെയ്യാൻ മാത്രമാണ് നിങ്ങളെ സഹായിക്കുന്നത്. അതും നമുക്ക് നിമിഷ നേരം കൊണ്ട് പെട്ടെന്ന് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഡിഫറൻസ് ബിറ്റ്വീൻ. അപ്പം നിങ്ങൾക്ക് OBക്ക് എങ്ങനെ സ്കോർ ചെയ്യണം, അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ട്രിക്സ് ഉണ്ടോ, ടിപ്സ് ഉണ്ടോ, ഞാൻ എന്തൊക്കെയാണ് ഫോളോ ചെയ്തത്, ഇതെല്ലാം നിങ്ങൾക്ക് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ പ്ലീസ് കമൻറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിഫറൻസിയേഷൻ PDF രൂപത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ വീണ്ടും ഒരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ.